ആഗമം മീഡിയ അവതരിപ്പിക്കുന്ന ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് സഹൃദരായ സ്നേഹിതർക്ക് ഹാർദമായ സ്വാഗതം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊലപാതക പരമ്പര നടന്ന സ്ഥലം ധർമ്മസ്ഥലം അത് ഇപ്പോൾ പ്രചാരമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മറവിൽ, ഈ ക്ഷേത്രത്തിന്റെ മറവിൽ അനേക അധാർമിക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു 1970 മുതൽ എന്നാണ് വിവരം ലഭ്യമായിരിക്കുന്നത്. ഈ ക്ഷേത്ര ഭാരവാഹികൾ ഉന്നത കുലജാതരുണ്ട്, സമൂഹത്തിൽ സ്ഥായിയായ സ്ഥാനങ്ങളുള്ളവരുണ്ട്, രാഷ്ട്രീയ പ്രമുഖരുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെയും മൂടി വയ്ക്കാനായിട്ട് അവർക്ക് സാധിച്ചു. ആരെങ്കിലും ഇതിനെതിരെ ശബ്ദമുയർത്തിയാൽ അങ്ങനെ എതിർക്കുന്നവരെ കൊന്നു കുഴിച്ചു മൂടുമായിരുന്നു. ഈ സത്യം വെളിച്ചത്തു കൊണ്ടുവരാൻ ഇവിടത്തെ സംഘപരിവാർ ശക്തികൾ ആഗ്രഹിക്കുന്നില്ല. ഇത്രമാത്രം കൊലപാതകങ്ങൾ നടന്നിട്ടും അധാർമിക പ്രവൃത്തികൾ നടത്തിയിട്ടും അത് അമ്പലത്തിനെതിരെ, ക്ഷേത്രത്തിനെതിരെ നടക്കുന്ന ഗൂഢാലോചനയാണെന്ന് പറയുന്നത് എത്ര വിചിത്രമാണ്. അവിടെ കൊല്ലപ്പെട്ടവരെല്ലാവരും തന്നെ ഹൈന്ദവ വിശ്വാസികളാണ്. ആ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയവരുണ്ട്, വിദ്യ അഭ്യസിച്ചുകൊണ്ടിരുന്നവരുണ്ട്, സ്കൂൾ കുട്ടികളുണ്ട്, സാധാരണക്കാരുണ്ട്, സ്വാധീനമുള്ളവരുണ്ട്, സൗന്ദര്യമുള്ളവരാണ് ബഹുഭൂരിപക്ഷവും. ഇതിന് വേണ്ടുവോളം തെളിവുകളുണ്ട്. എന്തൊക്കെയാണ് തെളിവുകൾ? ഒന്നാമത്തെ തെളിവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മിസ്സിംഗ് ഗേൾസ് അല്ലെങ്കിൽ കാണാതെ പോയ യുവതികളുടെ കാര്യമാണ്. അനേക ഭവനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാരികൾ കാണാതായിട്ടുണ്ട്. അതിന് എതിരെ സമരങ്ങളും ഒക്കെ നടത്തിയിട്ടും പോലീസുകാർ അതൊക്കെ മറച്ചു പിടിക്കുകയോ അങ്ങനെയുള്ള കേസ് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തില്ല എന്ന് അന്വേഷകന്മാർ വെളിപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്തെ തെളിവ് എന്ന് പറയാവുന്നത് അസ്ഥികൂടങ്ങളാണ്. അനേക സ്ഥലങ്ങളിൽ അസ്ഥിപഞ്ജരങ്ങളുണ്ട്. ആ അസ്ഥിപഞ്ജരങ്ങൾ എടുത്ത് DNA പരിശോധന നടത്തിയാൽ വേണ്ട വിധത്തിലുള്ള തെളിവുകൾ ലഭിക്കും എന്ന കാര്യത്തിൽ ഉറപ്പില്ല. അത് സാധിക്കുമോ? സംശയമാണ്. പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതികളുടെ പരമ്പരയുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും പോലീസുകാർ തന്നെ നശിപ്പിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഏതാനും പരാതികൾ അവശേഷിച്ചിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാണ്. നാലാമത്തെ തെളിവുകൾ അനുഭവസ്ഥരാണ്. ആ വിഷയം കണ്ടവരുണ്ട്. ഏറ്റവും വലിയ തെളിവ് ശുദ്ധീകരണ തൊഴിലാളിയാണ്. ദലിതനായ ഒരു ശുദ്ധീകരണ തൊഴിലാളി അസ്ഥികൂടവുമായിട്ടാണ് കടന്നു വന്ന് പരാതി കൊടുക്കുന്നത്. അദ്ദേഹത്തെ ഇതുവരെ കൊന്നിട്ടില്ല. ഒരളവിൽ ഭാഗ്യമാണ്. അദ്ദേഹത്തിന് പോലും വേണ്ട പരിരക്ഷയോ സംരക്ഷണമോ സർക്കാരോ വിശേഷാൽ പോലീസോ കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ ചിന്തിപ്പിക്കേണ്ട യാഥാർത്ഥ്യമാണ്. അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ അധാർമിക പ്രവൃത്തികൾ നടന്നിട്ടും ഇതിനെ ന്യായീകരിക്കുന്ന, ഇത് അമ്പലത്തിനെതിരെ ഗൂഢാലോചനയാണെന്ന് പരാതിപ്പെടുന്ന ആളുകളുടെ മനോഭാവം എത്ര വൈകൃതമാണ്. ഈ പ്രവൃത്തി അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളികളുടെ മറവിലാണെന്ന് കരുതുക, ക്രിസ്ത്യാനികളുടെയോ മുസ്ലിങ്ങളുടെയോ. അങ്ങനെയാണെങ്കിൽ ഇതുണ്ടാക്കുന്ന കോലാഹലങ്ങൾ എത്ര ഭീഭത്സമായിരിക്കും. അപ്പൊ അത് ഹൈന്ദവരുടെ ആരാധനാലയത്തോട് ബന്ധപ്പെട്ടും അവർ ചെയ്ത പ്രവൃത്തിയുമായതുകൊണ്ട്
അതിനെ മൂടി വയ്ക്കാനായിട്ട് ഇവരും ഇതിന് തയ്യാറാകുന്നത് എത്രയോ ശോചനീയമായ രീതിയാണ്. മനസാക്ഷിയുള്ളവർക്ക് ഇതിനെതിരെ പ്രതിഷേധിക്കാതിരിക്കാൻ കഴിയുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടെങ്കിൽ, സ്വന്തക്കാർ നഷ്ടപ്പെട്ടെങ്കിൽ നമുക്കുണ്ടാകാവുന്ന വേദന എത്രയോ ഭയാനകമാണ്. അപ്പോൾ ഇതിനെതിരെ ശബ്ദമുയർത്തേണ്ടത് എല്ലാവരുടെയും കടമയാണ്. ഉന്നത സ്വാധീനം ഉപയോഗിച്ച് ഒരുപക്ഷെ അവർ അതിന് വിഘ്നം സൃഷ്ടിക്കുമായിരിക്കാം. എന്നാൽ ആർജവമുള്ള ഒരു സർക്കാരാണ് കർണാടകയിൽ ഉള്ളതെന്ന് നമുക്ക് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പുതിയ അന്വേഷണ സംഘം ഇതിന്റെ തനി സ്വഭാവം വെളിച്ചത്ത് കൊണ്ടുവരും. അത് അത്യാവശ്യമാണ്. അങ്ങനെ വന്നാൽ ഇവിടെ ഒരളവിൽ നമുക്ക് ഒരു നീതി നടപ്പിലാക്കി എന്നുള്ള ആശ്വാസമുണ്ടാകാം. അനേക അമ്പലങ്ങളുടെ മറവിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ. അതിൽ മിക്കതും മറയത്ത് പോയിരിക്കുകയാണ്, വിസ്മരിക്കപ്പെട്ടിരിക്കുമാണ്. എന്നാൽ ഇതെങ്കിലും വെളിച്ചത്ത് കൊണ്ടുവരുവാൻ ബന്ധപ്പെട്ട സർക്കാരുകൾ, വിശേഷാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പരിശ്രമിക്കട്ടെ. അതിനായി നമുക്ക് കാത്തിരിക്കാം ക്ഷമയോടുകൂടെ. ഞങ്ങളുടെ ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ കൃതാർത്ഥത അറിയിക്കുകയാണ്. ഇതിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.